ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പിറവം നഗരസഭ മുൻ ഡിവിഷൻ കൗൺസിലർ മുകേഷ് തങ്കപ്പന്റെ ചികിത്സാ സഹായനിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം ആരംഭിച്ചു. സഹായനിധി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പിറവത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ചികിത്സാ സഹായനിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം തുടങ്ങിയത്. സഹായങ്ങൾ സ്വീകരിക്കുന്നതിനായി പിറവം യൂണിയൻ ബാങ്കിൽ മുകേഷ് തങ്കപ്പൻ ചികിത്സാ സഹായനിധി എന്ന പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പിറവം നഗരസഭ 22-ാം ഡിവിഷനിലെ മുൻ കൗൺസിലർ മുകേഷ് തങ്കപ്പന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് പിറവത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഫണ്ട് ശേഖരണം ആരംഭിച്ചത്. സഹായനിധി ഭാരവാഹികളായ അനൂപ് ജേക്കബ് MLA, നഗരസഭാ ഉപാധ്യക്ഷൻ KP സലീം, കൗൺസിലർ തോമസ് മല്ലിപ്പുറം, നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു, കൺവീനർ രാജു പാണാലിക്കൽ, ട്രഷറർ ഡോക്ടർ അജീഷ് മനോഹർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടത്തിയത്. മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഡിവിഷനുകളിൽ നിന്നായി പരമാവധി തുക സമാഹരിക്കണമെന്ന ഒരു തീരുമാനം എടുക്കുകയും 50 ലക്ഷം രൂപ അതിന് ടാർഗറ്റ് ഇട്ട് ആദ്യഘട്ടമായിട്ട് അതിൻ്റെ കളക്ഷന് വേണ്ടി ഇന്ന് ബഹുമാനായ എല്ലാ വ്യാപാരികളെയും ഇന്ന് മുനിസിപ്പൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കാണുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ വന്നത്. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ സംഭാവനയായി ഫണ്ട് ഞങ്ങൾ സ്വരൂപിക്കുന്നത്. അതനുസരിച്ച് എല്ലാവരും സഹകരിച്ച് മുകേഷിനെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുവാനുള്ള ഈ സംരംഭത്തിന്, എളിയ സംരംഭത്തിൽ എല്ലാവരും ഭാഗമാവണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, മുൻ കൗൺസിലർമാർ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ, വിവിധ യുവജന പ്രസ്ഥാന പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മുകേഷിന്റെ ചികിത്സയ്ക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളമാണ് ചെലവ് വരുന്നത്. ഇടയാർ MPIയിലെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് അസുഖബാധിതനായത്. 1 വയസ്സുള്ള കുട്ടിയും ഭാര്യയും രോഗശയ്യയിലുള്ള മാതാപിതാക്കളും അടങ്ങുന്നതാണ് മുകേഷിന്റെ കുടുംബം. സുമനസുകളുടെ സഹായമില്ലാതെ ചികിത്സ തുടരാനാകാത്ത അവസ്ഥയാണ് മുകേഷിന്റേത്. മുകേഷ് തങ്കപ്പൻ ചികിത്സാ സഹായ എന്ന പേരിൽ പിറവം യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.